നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് പുത്തികെ പഞ്ചായത്തിലെ ഉറുമിപ്പാലത്തിന്റെ നിർമ്മാണം ഇനിയും പൂർത്തിയായില്ല. യാത്രക്കാർ ദുരിതത്തിൽ. ഓണാഘോഷം MCFൽ നടത്തി തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ. ഓണക്കളികളും ഓണസദ്യയും തിരുവാതിരയുമൊക്കെയായി ആഘോഷം സേനയുടെ നേതൃത്വത്തിൽ കളറാക്കി. കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. വിദ്യാനഗറിലെ വ്യവസായ ഭവനിൽ വച്ചായിരുന്നു പരിപാടി. ദേശീയപാതയിലെ പിലിക്കോട് തോട്ടം ജംഗ്ഷനിലും ചെറുവത്തൂർ ടൗണിലും വാഹനാപകടം. പരിക്കേറ്റ 2 ഡ്രൈവർമാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിഷേധ ധർണയുമായി CPIM മഞ്ചേശ്വരം ലോക്കൽ കമ്മിറ്റി. ക്ഷേമ പെൻഷൻ വിതരണം അട്ടിമറിക്കുന്ന നയങ്ങൾക്കെതിരെയാണ് ധർണ നടത്തിയത്. മഞ്ചേശ്വരം ബഡാജയിൽ നടന്ന കെസറുഗദ്ദെ പരിപാടി നാടിന്റെ ഉത്സവമായി. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് UK സൈഫുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ ഗദ്ദകാല സ്മരണകളെ തൊട്ടുണർത്തുന്ന പരമ്പരാഗത വേഷമണിഞ്ഞെത്തിയ കുരുന്നുകൾ സദസ്സിനെ അമ്പരപ്പിച്ചു. ഉദിനൂർ സെൻട്രൽ AUP സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം കുട്ടികൾക്കായി കേരളീയ വേഷമത്സരം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പുത്തികെ പഞ്ചായത്തിലെ ഉറുമിപ്പാലത്തിന്റെ നിർമ്മാണം ഇനിയും പൂർത്തിയായില്ല. 3 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച പാലമാണ് പാതി വഴി നിലച്ചിരിക്കുന്നത്. ഇത് കാരണം യാത്രയ്ക്കായി ഈ പാലത്തെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികളും തൊഴിലാളികളുമടക്കം നിരവധി പേർ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ പുത്തികെ പഞ്ചായത്തിലെ നിരവധി ജനവാസ കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണ് ഉറുമിപ്പാലം. കാലപ്പഴക്കം കൊണ്ട് ഏതു സമയത്തും തകർന്നു വീണേക്കാവുന്ന അവസ്ഥയിലാണ് പാലമുണ്ടായിരുന്നത്. നാട്ടുകാരുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യത്തെ തുടർന്ന് വിഷയത്തിൽ സർക്കാർ ഇടപെടുകയും പാലം പൊളിച്ചുമാറ്റി പുതിയ പാലം നിർമ്മിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. 4 കോടിയോളം രൂപ വകയിരുത്തിയാണ് പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ 3 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കും എന്ന പ്രഖ്യാപനത്തോടെ തുടങ്ങിയ പാലം പ്രവൃത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും പൂർത്തിയാക്കിയില്ല. ഇതോടെ യാത്രയ്ക്കായി ഈ പാലത്തെ ആശ്രയിക്കുന്ന വിദ്യാർത്ഥികളും തൊഴിലാളികളുമടക്കം നിരവധി പേരാണ് പെരുവഴിയിലായത്. ഇത് പുത്തികെ ഉറുമി പാലാണ്. ഏകദേശം 7 മാസമായി ഇതിന്റെ വർക്ക് തുടങ്ങിയിട്ട്. ഇത് തുടങ്ങുമ്പോൾ ആദ്യം പറഞ്ഞത് 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കി തരാമെന്നാണ് കരാറുകാർ പറഞ്ഞത്. കരാറുകാർ ബെർക്ക കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഇത് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ പിന്നെ പൂർത്തീകരിക്കേണ്ട ഒരു പദ്ധതിയാണ്. കാരണം എന്താ വെച്ചാൽ വേറെ വേറൊരു വഴിയില്ല, ടെമ്പററി ആയിട്ടൊരു വഴിയില്ല, ആകെയുള്ളതൊരു നടപ്പാതയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നാട്ടുകാർ കഴിയുന്നത്ര സഹകരിച്ചു. നാട്ടുകാർ ഈ സൈഡും ആ സൈഡും പിന്നെ 15 മീറ്റർ സ്ഥലം പിന്നെ വില കൊടുത്ത് വാങ്ങേണ്ടി വന്നപ്പോൾ നാട്ടുകാർ പൈസ ഫണ്ടിങ് ആക്കിയിട്ടാണ് ആ പൈസ 1,80,000 രൂപ. അതെല്ലാം നാട്ടുകാർ പിരിവെടുത്തിട്ടാണ് ചെയ്തു കൊടുത്തത്. പക്ഷെ ഈ കരാറുകാർ ഇപ്പോൾ ആദ്യം പഴയ പാലം പൊളിച്ചു മാറ്റി ഏകദേശം 1 മാസം പെൻഡിങ് വെച്ചു. ഇതുവഴി ഈ ഭാഗത്തേ വന്നില്ല അവർ. അതിനുശേഷം കുറെ സമരം പരിപാടികളെല്ലാം നടന്നു. അതിനുശേഷം വന്നത് ഈ രൂപത്തിലാക്കി പോയിട്ട് ഇപ്പൊ 2 മാസമായി. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പ്രദേശവാസികളുള്ളത്. സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, രോഗികളായവർക്ക് സീതാങ്കുളിയിലെത്താൻ 4 കിലോമീറ്ററാണ് ഇതുവഴി എളുപ്പവഴിയാണ്. അല്ലെങ്കിൽ കന്യപ്പാടി വഴി പോകേണ്ടി വരും, കറങ്ങിപ്പോകേണ്ട ഒരവസ്ഥയാണുള്ളത്. മഴ കനക്കുന്നതിന് മുൻപ് തന്നെ പാലം നിർമ്മാണം പൂർത്തീകരിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കരാറുകാരന്റെ കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് സാധിക്കാതിരുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. നിരവധി തവണ കരാറുകാരനെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നും നാട്ടുകാർ പറയുന്നു. അടിയന്തര പ്രശ്നപരിഹാരത്തിനായി നാട്ടുകാർ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികളും സംഘടിപ്പിച്ചു. പാലം നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുവാൻ നടപടിയില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക മലയാളികളുടെ ഓണം എന്ന മഹാ ആഘോഷം MCFൽ നടത്തി തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ. ഓണക്കളികളും ഓണസദ്യയും തിരുവാതിരയുമൊക്കെയായി ആഘോഷം സേനയുടെ നേതൃത്വത്തിൽ കളറാക്കി. വാർഡുകളിൽ നിന്നും ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ മാലിന്യങ്ങൾ തരംതിരിച്ച് ബെയിലിംഗ് ചെയ്ത് സൂക്ഷിക്കുന്നതിനും കയറ്റി അയക്കുന്നതിനും ഉപയോഗിക്കുന്നതിനുള്ള മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിലാണ് ഓണ പരിപാടികളും സദ്യയും ഒരുക്കിയത്. ബലൂൺ ഇരുന്ന് പൊട്ടിക്കൽ, സ്പൂൺ റൈസ്, സുന്ദരന് പൊട്ടുതൊടൽ തുടങ്ങി നിരവധി മത്സരങ്ങളും സേനാംഗങ്ങൾക്കായി നടത്തി. MCFൽ തിരുവാതിരക്കളിയും നടത്തി. ശർക്കര വരട്ടിയും ഉപ്പേരിയും പഴവും 10 കൂട്ടം കറികളും പ്രഥമനും പാലട പായസവും കൂട്ടിയുള്ള ഓണസദ്യയാണ് ഹരിതകർമ്മസേന വിളമ്പിയത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ 2017 രൂപീകൃതമായ ഹരിതകർമ്മസേനയിൽ ഇപ്പോൾ 42 അംഗങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത്. ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷമായി MCFൽ ഓണാഘോഷം നടത്തി വരുന്നുണ്ട്.
പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ എം കെ പ്രസന്ന, അഷ്രീഫ ജാബിർ, ടൗൺ വാർഡംഗം ഫായിസ് ബീരിച്ചേരി, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി കെ ബാവ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഐ ബിനു, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പി റാഷിദ്, ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് വി വി രാജശ്രീ, സെക്രട്ടറി കെ ഷീന എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, പൊതുപ്രവർത്തകർ, വ്യാപാരികൾ, കുടുംബശ്രീ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. വിദ്യാനഗറിലെ വ്യവസായ ഭവനിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ബോർഡ് റൂം ഉദ്ഘാടനവും നടന്നു. ജില്ലയിൽ വൈദ്യുതിയുടെ അപര്യാപ്തത വ്യവസായ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്നും ഇതിന് അടിയന്തര പരിഹാരം കാണണമെന്നും കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ KSSIA കാസർഗോഡ് ജില്ലാ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾക്ക് പോലും പ്രത്യേക പവർ ഗ്രിഡ് ഇല്ല. നിസാര കാര്യങ്ങൾക്ക് പോലും ലൈൻ ഓഫ് ചെയ്യുമ്പോൾ വ്യവസായ മേഖല നിശ്ചലമാകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. വ്യവസായികൾക്ക് ആവശ്യമായ തോതിൽ പവർ അനുവദിച്ച് കിട്ടുന്നില്ല. വൈദ്യുതി ഉൽപ്പാദന മേഖലയിൽ പുതിയ പദ്ധതികളൊന്നും ജില്ലയിൽ നിലവിൽ വന്നിട്ടില്ല. ഇതുമൂലം വോൾട്ടേജ് ക്ഷാമവും അപ്രഖ്യാപിത പവർ കട്ടും വ്യവസായികളെ ദുരിതത്തിലാക്കുന്നതായും യോഗം അഭിപ്രായപ്പെട്ടു. ആധുനിക രീതിയിൽ നവീകരിച്ച ബോർഡ് റൂമിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS നിർവഹിച്ചു. പ്രധാനമായിട്ടും നമ്മുടെ നവീകരിച്ച ബോർഡ് റൂമിൻ്റെ ഉദ്ഘാടനം AGMന്റെ ജനറൽ ബോഡി മീറ്റിംഗുമാണ് ഇന്നത്തെ ദിവസം നടക്കുന്നത്. അതായത് നവീകരിച്ച ബോർഡ് റൂം ഉദ്ഘാടനം ചെയ്തു. ഇവിടത്തേക്കുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. പ്രധാനപ്പെട്ട ഇവിടെ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ഥലത്തിൻ്റെയും ബാക്ക് ബോൺ തന്നെയാണ്. പ്രത്യേകിച്ച് കാസർഗോഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻഡസ്ട്രീസ് വരാൻ പൊട്ടൻഷ്യലുള്ള ഒരു സ്ഥലം കൂടെയാണ്. അപ്പോൾ അതിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും വേണ്ട സപ്പോർട്ട് സിസ്റ്റവും എടുത്ത് കൊടുക്കേണ്ടത് ജില്ലാ ഭരണകൂടവും ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റും വേണ്ട നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. റൂൾസും കൃത്യമായിട്ട് ഗൈഡ് ലൈൻസും എല്ലാം പാലിച്ചുകൊണ്ടും നടപ്പിലാവുന്ന ഏത് ഇൻഡസ്ട്രീസും നമുക്ക് വേണ്ട സപ്പോർട്ടുകൾ ജില്ലാ ഭരണകൂടവും ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യും. അതിന് നമുക്ക് ആ ഒരു അന്തരീക്ഷം, നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും കൂടുതൽ തൊഴിൽ അതുപോലത്തെ കാര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുകയാണെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യമായിട്ടുള്ളത്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ല എടുക്കുകയാണെങ്കിൽ നമുക്ക് തൊഴിലവസരങ്ങൾ കൂടുതലായിട്ടുള്ള വേണ്ട ഒരു ജില്ലയാണ്. കമ്പാരിറ്റീവ്ലി പല ഫാക്ടേഴ്സിലും നമുക്ക് പിന്നോക്കം നിൽക്കുന്നതാണെങ്കിൽ ഒരുപാട് നല്ല ഫാക്ടേഴ്സുള്ള ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ജില്ല തന്നെയാണ്. അതിൽ പ്രത്യേകിച്ചും ഇൻഡസ്ട്രിയലിസ്റ്റും ഇതുപോലത്തെ ഇൻവെസ്റ്റേഴ്സും എല്ലാവർക്കും നല്ലൊരു റോൾ വഹിക്കാൻ പറ്റുന്ന ഒരു ജില്ല തന്നെയാണ്. എന്തായാലും ഇവിടത്തേക്കുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. കൂടാതെ തന്നെ എല്ലാവർക്കും ഓണാശംസകളും കൂടെ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. വാർഷിക ജനറൽ ബോഡി യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് പൈക്കട ഉദ്ഘാടനം ചെയ്തു. എന്തായാലും കാസർഗോഡ് ജില്ല നമുക്കറിയാം, പണ്ടൊക്കെ പിന്നോക്ക ജില്ല എന്ന് പറയുമെങ്കിലും ഇപ്പോൾ വളരെ നല്ല നിലയിൽ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ എല്ലാ ഇടത്ത് ചെന്നാലും അറിയാം, ബഹുമാനപ്പെട്ട GM ഒക്കെ അറിയായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന രണ്ട് ജില്ലകളിൽ ഇപ്പോൾ കണ്ണൂരും കാസർഗോഡും പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ അന്നത്തെ ഇൻഡസ്ട്രീസ് ഡയറക്ടറോട് അവിടെ മടിക്കൈ എന്ന് പറഞ്ഞ സ്ഥലം പോയി. അവിടെ ഒരു 100 ഏക്കറോളം സ്ഥലത്ത് 99 ആണെന്ന് തോന്നുന്നു. ബഹുമാനപ്പെട്ട GM ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പോയി അവിടെ സന്ദർശിക്കാനൊക്കെ പറ്റി. നല്ല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വൻ വ്യവസായികളിവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സീതാങ്കുളിയൊക്കെ ഒരുവിധം ഫുള്ളായി തോന്നുന്നു. അപ്പോൾ അതിന് വളരെ ഉത്തേജനകമായിട്ടാണ് ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചമാതിരി സാർ കുറച്ച് നാള് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ട്രാൻസ്ഫർ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം സന്തോഷിക്കാം. കാരണം നല്ല രീതിയിൽ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണ്. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ K സജിത് കുമാർ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് S രാജറാമ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മുജീബ് അഹമ്മദ് റിപ്പോർട്ടും ട്രഷറർ അഷ്റഫ് മധൂർ വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി പ്രസീഷ് കുമാർ അനുശോചന സന്ദേശം അവതരിപ്പിച്ചു. KSSF ചെയർമാൻ KT സുഭാഷ് നാരായണൻ സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ട് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. സ്റ്റുഡന്റ് അവാർഡ് ജേതാക്കളെ ഉപഹാരങ്ങളും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു. വൈസ് പ്രസിഡന്റ് KV സുഗതൻ,
മുൻ പ്രസിഡന്റുമാരായ KJ ഇമ്മാനുവൽ, K അഹമ്മദ് അലി, K രവീന്ദ്രൻ, PV രവീന്ദ്രൻ, BV കക്കില്ലായ, ബിന്ദു C, സംസ്ഥാന കമ്മിറ്റി അംഗം K മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KV രാമചന്ദ്രൻ നന്ദി രേഖപ്പെടുത്തി. നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് സർപ്രൈസ് ഗിഫ്റ്റുകൾ നൽകി. 2026-28 വർഷത്തേക്ക് പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. പുതിയ ഭാരവാഹികളായി മുജീബ് അഹമ്മദിനെ പ്രസിഡന്റായും, KV രാമചന്ദ്രനെ വൈസ് പ്രസിഡന്റായും, M പ്രസീഷ് കുമാറിനെ സെക്രട്ടറിയായും, KV സുഗതനെ ട്രഷററായും, ഉമാവതി PKയെ ജോയിന്റ് സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാതയിലെ പിലിക്കോട് തോട്ടം ജംഗ്ഷനിലും ചെറുവത്തൂർ ടൗണിലും വാഹനാപകടം. പരിക്കേറ്റ 2 ഡ്രൈവർമാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ദേശീയപാതയിൽ 2 അപകടങ്ങളുമുണ്ടായത്. പുലർച്ചെ 5:30 പിലിക്കോട് തോട്ടം ജംഗ്ഷനിൽ മേൽപ്പാലത്തിലാണ് ടോറസ് ലോറിയും ബൊലേറോ പിക്കപ്പും കൂട്ടിയിടിച്ചത്. മൈസൂരുവിൽ നിന്ന് പച്ചക്കറിയും പഴവർഗ്ഗങ്ങളുമായി പയ്യന്നൂർ ഭാഗത്തുനിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് ഗുജറാത്തിൽ നിന്നും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കയറ്റി കോട്ടയത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറിയിൽ നേരിട്ടിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാലിനും കൈക്കും പരിക്കേറ്റ ബൊലേറോ പിക്കപ്പ് ഡ്രൈവർ മൈസൂരു സ്വദേശി അനന്തൻ, ടോറസ് ലോറി ഡ്രൈവർ ഹുബ്ലി ബിജാപൂർ സ്വദേശി രവികാന്ത് എന്നിവരെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടോറസ് ലോറി ഡ്രൈവർ രവികാന്തിന് മുൻവശത്തെ ചില്ല് തകർന്നാണ് കണ്ണിനും മുഖത്തും പരിക്കേറ്റത്. ചന്ദേര പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി തകർന്ന ബൊലേറോ പിക്കപ്പ് ക്രെയിൻ ഉപയോഗിച്ച് ദേശീയപാതയിൽ നിന്നും നീക്കി. മുൻകരുതലോ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലാതെ നിർമ്മാണം നടന്നുവരുന്ന ദേശീയപാതയിൽ പിലിക്കോട് തോട്ടം ജംഗ്ഷനിലെ മേൽപ്പാലത്തിൽ 2 ദിശയിലേക്കും വാഹനങ്ങൾ കടത്തിവിട്ടതാണ് അപകട കാരണമെന്നാണ് ആക്ഷേപം. അതേസമയം ചെറുവത്തൂർ ടൗണിൽ ദേശീയപാതയുടെ സർവീസ് റോഡിൽ വെള്ളിയാഴ്ച പുലർച്ചെ ചരൽ മണ്ണ് കയറ്റിയെത്തിയ ടോറസ് ലോറി പാർശ്വഭിത്തിയിലിടിച്ച് വീലുകൾ ഊരിത്തെറിച്ചാണ് അപകടം. പുലർച്ചെ മുതൽ പോലീസ് എത്തി ഗതാഗതം വ്യാപാര ഭവൻ വഴി തിരിച്ചുവിട്ടിരിക്കുകയാണ്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ക്ഷേമ പെൻഷൻ വിതരണം അട്ടിമറിക്കുന്ന നയങ്ങൾക്കെതിരെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും CPIM മഞ്ചേശ്വരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയ ബെട്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദ ഉദ്ഘാടനം ചെയ്തു. പ്രശാന്ത് കനില അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒപ്പിടുന്ന സന്ദർഭവും കേരള ആരോഗ്യ മേഖല നമ്പർ 1 ഇന്ത്യക്ക് അതിന്റെ ലോകീയ മാതൃരാജ്യത്തിന്റെ ആരോഗ്യ സിസ്റ്റം എന്ന് മനസ്സിലാവും. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലഘട്ടത്തിൽ ನಮ್ಮ ಮಂಜೇಶ್ವರ ಗವರ್ಮೆಂಟ್ ಆಸ್ಪತ್ರೆ ಬರ್ತದೆ ಮಾತ್ರ ಆಸ್ಪತ್ರೆ ಡಾಕ್ಟರ್ ಪ್ಯಾರಾಮೆಡಿಕಲ್ ಶಾಪ್ ಆಸ್ಪತ್ರೆ ಅದು ಮಾರ್ಪಡ ಏತ್ ಮಲ್ಲ ಶಸ್ತ್ರಚಿಕಿತ್ಸೆಲ ಸರ್ಕಾರಿ ಆಸ್ಪತ್ರೆ ನಡಪಾವಣ ಒಂದು ಸ್ಥಿತಿ ವಿಶೇಷ ಉಂಟಾಗಿ ಕಾഞ്ഞങ്ങാട് ಗವರ್ಮೆಂಟ್ ಜಿಲ್ಲಾ ಆಸ್ಪತ್ರೆ ಆರ್ಟ್ ಸರ್ಜನ್ ಸರ್ಜನ್ ಮಾಡಿದ ಸಂವಿಧಾನ ಉಂಟಾಗಿ 11 ಕೋಟಿ ರೂಪಾಯಿದ ಮಿಷನ್ ಅದು ನಡೆಕೊಡುತ್ತಾರೆ ಇತ್ತೆ 1 ತಿಂಗಳಾಂಡ್ ಅವಳು ഡോക്ടർ ജാനയുടെ ഭാഗമാണ് അവൾ ആർട്ട് സർജറി അണുപ്പെടുത്തിരിക്കുന്ന സാക്ഷരീകരണം ഇതൊന്നും നമ്മൾ ഉണ്ടാവുന്നപ്പോൾ ಅವು ಸಾಧಾರಣ ಜನಗಳಿಗೆ ಆಶ್ವಾಸ ಕೇಂದ್ರವಾದ ಗೌರ್ಮೆಂಟ್ ಆಸ್ಪತ್ರೆ ಜ್ವರ ಬಂದ ಗೌರ್ಮೆಂಟ್ ಆಸ್ಪತ್ರೆಗೆ ಫೋನ್ ಫ್ರೀ ಮಾಡಿದಾದ್ರು ಎಡ್ಡೆ ಮಂತ್ರಾರ್ಥ ಕೊಡೋದಿದ್ರು ಎಡ್ಡೆ ಡಾಕ್ಟರ್ ഇത്തെ ആശുപത്രി കേരള സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ദേശീയ അംഗീകൃത ബാങ്ക് വഴി മാറ്റാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നും ക്ഷേമ പെൻഷൻ പദ്ധതി തകർക്കുന്ന നടപടികളിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും ഐക്യമുന്നണി പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച 3000 രൂപ പെൻഷൻ ഉടൻ നൽകണമെന്നും തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. കരുണാകര ഷെട്ടി, അഷ്റഫ് കുജത്തൂർ, പ്രേം തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. കമലാക്ഷ കനില സ്വാഗതവും ശ്രീധര കുഞ്ചത്തൂർ നന്ദിയും പറഞ്ഞു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മഞ്ചേശ്വരം ബഡാജയിൽ നടന്ന കെസറുഗദ്ദെ പരിപാടി നാടിന്റെ ഉത്സവമായി. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ മഞ്ചേശ്വരം CDSും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് UK സൈഫുള്ള തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആധുനികതയുടെ തിരക്കുകളിൽ വിസ്മൃതിയിലാണ്ടിരിക്കുന്ന നാടിന്റെ സമ്പന്നമായ കാർഷിക സംസ്കൃതിയെ പുനരുജ്ജീവിപ്പിക്കാനും യുവജനങ്ങളിൽ മണ്ണിന്റെ മണം നിലനിർത്താനും ലക്ഷ്യമിട്ട് മഞ്ചേശ്വരം ബഡാജയിൽ കെസറുഗദ്ദെ പരിപാടി വിപുലമായ ആഘോഷത്തോടെ നടന്നു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ മഞ്ചേശ്വരം CDSും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് UK സൈഫുള്ള തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ജീവിതത്തിന്റെ അഭിഭാജ്യ ഘടകമായിരുന്ന കാർഷിക സംസ്കൃതിയെ പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തിരികെ കൊണ്ടുവരാൻ യുവജനങ്ങളുടെ സജീവ പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് സൈഫുള്ള തങ്ങൾ അഭിപ്രായപ്പെട്ടു. ഇക്കാലത്ത് വർദ്ധിച്ചുവരുന്ന വിവിധ ജീവിതശൈലി രോഗങ്ങൾക്ക് നമ്മുടെ മുൻഗാമികളുടെ കാർഷിക സമ്പ്രദായങ്ങളിൽ നിന്നും സംസ്കൃതിയിൽ നിന്നും അകന്നുപോയതാണ് പ്രധാന കാരണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഷീർ കനില ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വളരെയേറെ കാര്യങ്ങളായി നടത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യങ്ങളാണ്. ഏതായാലും നടത്തേണ്ടത് ഒരു സമയപരിധിയുണ്ടെന്ന് എല്ലാവർക്കും അറിഞ്ഞതാണ്. ഏതായാലും നല്ല കാര്യത്തിൽ ബഡാജോ മാലിംഗേശ്വര പരിസരത്ത് വെച്ച് നടത്തിയ ഈ കുടുംബശ്രീയും പഞ്ചായത്തും സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നൽകുകയാണ്. ഇത് പിന്നൊരു ഭാഗത്തിൽ കെസറുകട്ട എന്ന് വളരെ പറയലും അതുപോലെ തന്നെ കർഷകരുടെ ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല കാര്യങ്ങൾക്കും ഇപ്പോൾ അതേപോലെ തന്നെ പാപ്പിലിത്ത ഈസ്യ എർദിന്റെ കാര്യങ്ങൾ ഏത് കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഏതായാലും കർഷകരുടെ നാടാണ് എന്ന് എല്ലാവർക്കും അറിഞ്ഞ കാലമാണ്. കർഷകമായി വളർന്നു വന്നവനാണ് ഞാൻ, എൻ്റെ വിനീതനായ. അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് വാർഡ് പ്രസിഡന്റ് PH അബ്ദുൽ ഹമീദും വളരെയേറെ കർഷകനായി വളർന്ന് രാഷ്ട്രീയപരമായും എല്ലാ മേഖലയിലും പ്രവർത്തിച്ച വ്യക്തിത്വമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം ഹർഷാദ് വോർക്കാടി മുഖ്യാതിഥിയായി പങ്കെടുത്ത് ആശംസകൾ നേർന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ സുഹ്റ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരീന ബാനു, പഞ്ചായത്ത് അംഗങ്ങളായ സാദിഖ്, സഫ ഫാറൂഖ്, ഇല്യാസ് തുമിനാട്, ആശാലത, അബ്ദുള്ള ഗുഡ്ഡഗേരി, ബേബി ലത, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാവ ഹാജി, മുൻ അംഗം യാദവ ബഡാജെ, മഞ്ചേശ്വരം കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് രാമചന്ദ്രൻ, കുടുംബശ്രീ ജില്ലാ ADMC ഹരിദാസ്, യതീഷ് കാജൂർ തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു. കുടുംബശ്രീ CDS പ്രസിഡന്റ് ജയന്തി സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷാനവാസ് നന്ദിയും പറഞ്ഞു. മണ്ണിന്റെ മഹിമ വിളിച്ചോതിയ ഈ വ്യത്യസ്തമായ കെസറുഗദ്ദെ ഉത്സവം നാട്ടുകാരിലും യുവജനങ്ങളിലും പുതിയ ഉന്മേഷമാണ് പകർന്നു നൽകിയത്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മലയാളികളുടെ ഗതകാല സ്മരണകളെ തൊട്ടുണർത്തുന്ന പരമ്പരാഗത വേഷമണിഞ്ഞെത്തിയ കുരുന്നുകൾ സദസ്സിനെ അമ്പരപ്പിച്ചു. ഉദിനൂർ സെൻട്രൽ AUP സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി നടത്തിയ കേരളീയ വേഷമത്സരത്തിലാണ് പഴമയുടെ ഓർമ്മ പുതുക്കൽ നടന്നത്. കേരളീയ വേഷത്തിൽ ഓലക്കുടയും പൂക്കുടയും ഏന്തിയവരും തറ്റുടുത്തവരുമായ പെൺകുട്ടികളും കസവുമുണ്ടും ഷർട്ടും ധരിച്ച ആൺകുട്ടികളും ഉൾപ്പെടെ 33 കുരുന്നുകളാണ് ഓണാഘോഷവേദിയിൽ മാറ്റുരച്ചത്. മത്സരത്തിൽ ഹവായ് ചെരുപ്പ് ധരിച്ച് മുണ്ടുടുത്ത് പങ്കെടുത്തതും നൊസ്റ്റാൾജിയ ഉയർത്തി. മത്സരത്തിൽ പെൺകുട്ടികളിൽ റിത്യ രജീഷ് 1ാം സ്ഥാനം നേടി. PV ശിവാനി 2ാം സ്ഥാനം നേടി. ആൺകുട്ടികളിൽ VP ഫലഹ് 1ാമതെത്തി. S ത്രയാൻ 2ാം സ്ഥാനവും നേടി. പ്രീ പ്രൈമറി വിഭാഗത്തിലെ ഹാളിൽ രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് വർണ്ണപ്പൂക്കളവും തീർത്തു. 10 ഇനം നാടൻ പൂക്കൾ ഉപയോഗിച്ചാണ് പൂക്കളമൊരുക്കിയത്. താരജോഡികൾ, സെൽഫി തുടങ്ങി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമായി 8 ഇനങ്ങളിൽ മത്സരവും നടന്നു. തുടർന്ന് ഓണസദ്യയും നടന്നു. പ്രീ പ്രൈമറി PTA പ്രസിഡന്റ് ഷിബു സൈൻ, മദർ PTA പ്രസിഡന്റ് അഞ്ജലി സന്ദീപ്, അധ്യാപകരായ K ജയശ്രീ, PP രജിത എന്നിവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് MG റോഡിലെ ഗതാഗത കുരുക്കിന് അടിയന്തര പരിഹാരം കാണണമെന്ന് SDPI. കാസർഗോഡ് MG റോഡിൽ ഇന്നലെയുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ റോഡിലെ ഗതാഗത കുരുക്കിനും അപകട സാധ്യതകൾക്കും അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് SDPI കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റി റോഡ് ഉപരോധിച്ചു. MG റോഡിന്റെ വീതി കൂട്ടുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക, വലിയ വാഹനങ്ങളെ നഗരത്തിലെ തിരക്കേറിയ റോഡുകളിൽ നിന്ന് വഴിതിരിച്ചുവിടുക,
പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഉടൻ അറ്റകുറ്റപ്പണി നടത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരത്തിൽ ഉയർത്തിയത്. കൂടാതെ ഇന്നലെ അപകടത്തിൽ മരണപ്പെട്ട ഹനീഫയുടെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും SDPI ആവശ്യപ്പെട്ടു. SDPI കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ബഷീർ PT സമരം ഉദ്ഘാടനം ചെയ്തു. MG റോഡിന്റെ വീതി കൂട്ടുന്നതിനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ആരംഭിച്ചില്ലെങ്കിൽ കൂടുതൽ ശക്തമായ ബഹുജന പ്രക്ഷോഭവുമായി SDPI മുന്നോട്ട് വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് ജനജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നും റോഡുകളുടെ ശോച്യാവസ്ഥ പരിഹരിച്ച് സുരക്ഷിതമായ ഗതാഗത സംവിധാനം ഒരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ തളങ്കര സ്വാഗതവും കാസു നെല്ലിക്കുന്ന് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെമ്പകം പൂക്കുമിടം ചാരിറ്റി ആൻഡ് കൾച്ചറൽ ഫോറം നിർമ്മിച്ചു നൽകുന്ന രണ്ടാമത്തെ ഭവന പദ്ധതിയായ ചെമ്പകം ടണൽ 2 വീടിന്റെ താക്കോൽദാന ചടങ്ങ് ഞായറാഴ്ച നടക്കും. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ ഉദ്ഘാടനവും താക്കോൽ കൈമാറ്റവും നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമുക്ക് ഈ അരികുവൽക്കരിക്കപ്പെട്ടു പോകുന്ന ആളുകളെ കൂടെ ചേർത്ത് നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു പറ്റ യുവാക്കള്, അതായത് ഞങ്ങൾ ഇതിലുള്ളത് ഒരു 64ഓളം അംഗങ്ങളാണ് ഇതിലുള്ളത്. അംഗങ്ങളിൽ നിന്ന് മാത്രം പിരിവെടുത്തുകൊണ്ട് വാർഷിക പരിസംഖ്യ പിരിച്ചുകൊണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംരംഭമാണ് ഈ പറയുന്നതൊക്കെ. അല്ലാതെ ഞങ്ങൾ പുറത്തുനിന്ന് യാതൊരു രീതിയിലുള്ള പിരിവുകളോ മറ്റ് സാമ്പത്തിക ഇടപാടുകളോ ഒന്നും പുറമേ ഒന്നും സ്വീകരിക്കാറില്ല. അപ്പൊ അപേക്ഷകളൊക്കെ ഞങ്ങൾ പരിശോധിച്ചു ആ പ്രദേശത്തിലെ ആൾക്കാരെ നമ്മൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് പിന്നെ അവരെ ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടും നേരിട്ട് പോയി കണ്ടു. ഇപ്പൊ 10ഓളം വീടുകൾ ഞങ്ങൾ നേരിട്ട് പോയിട്ട് കണ്ടിട്ടാണ് അവസാന സ്ക്രീനിങ്ങിലേക്ക് ഞങ്ങൾ എത്തിയത്. അതിൽ ഏറ്റവും പിന്നെ ആപ്റ്റായിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ വിശ്വംഭരൻ പത്തപ്പാടി എന്ന് പറയുന്നവരാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അപ്പൊ അവർക്കാണ് ഞങ്ങൾ ചെമ്പകത്താണ് 2 ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നത്. അപ്പോ പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ആ ഏറ്റവും അവസാനം വന്ന 3 ആൾക്കാർ, അതിൽ ഒന്നൊരു സ്ത്രീയായിരുന്നു, അവര് പക്ഷെ വിധവയായിരുന്നു. അവര് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അവരെ കൂടി നമ്മൾ പരിഗണിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് അങ്ങനെ പിന്നെ മാറ്റി നിർത്തുന്നതല്ല. അതേപോലെ തന്നെ 3-ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന ഒരാള് ഒരു വികലാംഗൻ ആയിരുന്നു. അപ്പൊ അവർക്ക് അവരെ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവര് സേഫ് സോണിലേക്ക് അവരും പോവുകയാണ്. നമ്മൾ ഇത്തരം ആളുകളെ നമ്മൾ ഒന്നിച്ച് നടത്താനുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. അപ്പൊ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അതിന്റെ താക്കോല് അദ്ദേഹത്തിന് കൈമാറുന്നതിന് വേണ്ടിയിട്ട് പിന്നെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും അതുപോലെ തന്നെ IRPCയുടെ പിന്നെ ചെയർമാനായിട്ടുണ്ടായിരുന്ന ജയരാജനാണ് വരുന്നത്. ഈ ജയരാജൻ ഈ ഞായറാഴ്ചയാണ് അത് വിതരണം ചെയ്യുന്നത്. അപ്പൊ അത് ചന്ദ്രൻപാറയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. കൺവീനർ നജാദ് ബിൻ അബ്ദുൾ റഹിമാൻ, ചെയർമാൻ ജഗദീഷ് ആറാട്ടുകടവ്, ട്രഷറർ ശ്യാം പാടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. GJBS മധൂർ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടി ആരവം ഓണം വൈബ് 2026 സ്കൂൾ അങ്കണത്തിൽ വച്ച് നടന്നു. വിവിധങ്ങളായ കളികളും ആഘോഷ പരിപാടികളുമാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഒരുക്കിയത്. മധൂർ GJB സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി വർണ്ണാഭമായി. ആരവം ഓണം വൈബ് 2026 എന്ന പേരിൽ വിവിധ പരിപാടികളോടെയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്. വിവിധ വിനോദ മത്സര പരിപാടികളിൽ എല്ലാവരും ആവേശപൂർവ്വം പങ്കെടുത്തു. മഞ്ചാടി പെറുക്കൽ, ബോൾ പാസിംഗ്, ഗ്ലാസ് ബാലൻസിംഗ്, പൊട്ടാറ്റോ ഗ്യാതറിംഗ്, വാൽ മുറിക്കൽ, കാറ്റ് നിറയ്ക്കൂ, ഗ്ലാസ് വീഴ്ത്തു, ബലൂൺ പൊട്ടിക്കൽ, ബിസ്ക്കറ്റ് ഈറ്റിംഗ്, മ്യൂസിക്കൽ ചെയർ, ബലൂൺ വോക്ക് തുടങ്ങിയ വിവിധ വിനോദ മത്സര പരിപാടികളാണ് സംഘടിപ്പിച്ചത്. അധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. PTA, MPTA ഭാരവാഹികളും ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നബിദിന ആഘോഷത്തിന്റെ ഭാഗമായി ആയിരങ്ങൾക്ക് റബ്ബിൽ അവൽ 1 മുതൽ 12 വരെ ചായയും കാപ്പിയും ലഘുപലഹാരങ്ങളും വിതരണം ചെയ്ത് ആയിറ്റിയിലെ ഒരു കൂട്ടം യുവാക്കൾ. നാട്ടുകാർക്ക് മാത്രമല്ല, പടന്ന വെള്ളാപ്പ് തീരദേശപാതയിലെ മുഴുവൻ വാഹനയാത്രക്കാർക്കും പലഹാരങ്ങളും ചായയും നൽകി വരുന്നുണ്ട്. റബ്ബിൽ അവൽ 1 മുതൽ 12 നബിദിനം വരെ നീളുന്ന ദിവസങ്ങളിൽ ലഘുപലഹാരങ്ങളും പാനീയങ്ങളും നൽകാൻ ആയിറ്റിയിലെ ഒരു കൂട്ടം യുവാക്കളാണ് തീരുമാനിച്ചത്. വൈകുന്നേരം മൗലീദ് പാരായണം കഴിഞ്ഞ ഉടനാണ് ചായയും കാപ്പിയും ലഘുപലഹാരങ്ങളും വിതരണം ചെയ്തു വരുന്നത്. രാത്രി 7:30 മുതൽ 9:30 വരെ ആയിറ്റി ജുമാ മസ്ജിദിന് സമീപം പാതയോരത്തൊരുക്കിയ പ്രത്യേക കൗണ്ടറിൽ നിന്നാണ് ചായയും ലഘുപലഹാരങ്ങളും വിതരണം ചെയ്യുന്നത്. ഇതിനായി 50-ലധികം വോളണ്ടിയർമാരും സജ്ജരായുണ്ട്. ഏതാണ്ട് 1500 മുതൽ 2000 വരെ പേർക്ക് ചായയും കാപ്പിയും പലഹാരങ്ങളും ജ്യൂസും കൂട്ടായ്മ വിതരണം ചെയ്തു വരുന്നുണ്ട്. പ്രദേശത്തുള്ളവർക്ക് പുറമെ വാഹനയാത്രക്കാരും മറ്റു പ്രദേശങ്ങളിലുള്ളവരും ചായയും ലഘുഭക്ഷണവും കഴിക്കാനെത്തുന്നു. കരിയപ്പം, മുട്ടയപ്പം, ഈത്തപ്പഴം, ഷവർമ്മ അപ്പം, ഉള്ളിവട, കിഴങ്ങുപൊരി, ഇറച്ചിയട, കട്ട്ലറ്റ്, പഴംപൊരി, ചായ, കാപ്പി, ലൈവ് ജ്യൂസ് എന്നിവ വിതരണം ചെയ്തു വരുന്നു. ഓഗസ്റ്റ് 21 രാത്രി കപ്പ ബിരിയാണിയാണ് വിതരണം ചെയ്യുക. ഓഗസ്റ്റ് 25 റബ്ബിൽ അവൽ 12 ഫ്രൈഡ് ചിക്കൻ നൽകാനുള്ള ഒരുക്കങ്ങളിലാണെന്ന് സംഘാടകർ പറഞ്ഞു. പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ ഒരു പറ്റം യുവാക്കൾ ചേർന്നുകൊണ്ട് തിരുസ്നേഹ സൽക്കാരം എന്ന പരിപാടി റബീഉൽ അവൽ 1 മുതൽ 12 വരെ വിവിധ കടികളുടെ ചേർത്തുകൊണ്ട് ദിവസേന 1500-2000 പേർക്ക് വേണ്ടി ഞങ്ങളിവിടെ സൽക്കരിക്കുകയാണ്. ഇതിനുവേണ്ടി നാട്ടിലെ സുമനസ്സുകളുടെയും യുവാക്കളുടെയും സഹകരണം കൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ജില്ലയിൽ നിന്ന് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും കാറ്റഗറി വ്യത്യാസമില്ലാതെ വിരമിച്ച ജീവനക്കാർ പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് പള്ളി ഓഡിറ്റോറിയത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടി കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് വിരമിച്ച ജീവനക്കാർ ഓണാഘോഷം നടത്തി. കാസർഗോഡ് ജില്ലയിൽ നിന്ന് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും കാറ്റഗറി വ്യത്യാസമില്ലാതെ വിരമിച്ച ജീവനക്കാർ പടന്നക്കാട് ഗുഡ് ഷെപ്പേർഡ് പള്ളി ഓഡിറ്റോറിയത്തിൽ ഓണാഘോഷം കുടുംബസംഗമ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. മലയാളികൾ ദേശീയ ഉത്സവമായി ആചരിക്കുന്ന ഉത്സവമാണ് ഓണാഘോഷം. ഇക്കുറിയും ഓണം അതിഗംഭീരമാക്കണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പഴമൊഴി. ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല പുത്തനുടുപ്പ്, പഴവും പപ്പടവും പായസവും കൂട്ടി നല്ല ഓണസദ്യ. ഇതൊക്കെയാണ് മലയാളികളുടെ ഓണത്തിൻ്റെ നിറവാർന്ന ചന്തം എന്ന് പറയുന്നത്. പൂക്കളൊരുക്കുക, പൂക്കൾ. മാവേലി നാട് വാണിടും കാലം മാനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണ്. ഒരുവന്റെ വാക്കുകൾ മറ്റൊരുവൻ സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു നല്ല കാലം അതാണ്. അങ്ങനെ ഒരു കാലം ആഗ്രഹിച്ചുകൊണ്ടാണ് ഐതിഹ്യത്തിൽ മാവേലിയുടെ വരവും നമ്മുടെ കള്ളമില്ലാതെ, ചതിയില്ലാതെ, പൊളിവചനമില്ലാത്ത സത്യസന്ധമായ ഒരു നല്ല കാലം അതാണ്. പ്രത്യേകിച്ച് മലയാള മാസം അത് ചിങ്ങം 1 കാർഷിക ദിനത്തോടുകൂടി അത്തം മുതൽ തിരുവോണം വരെ ആഘോഷത്തിൻ്റെ ഒരു മേള തന്നെയാണ് കേരളം.
കൂട്ടായ്മ സെക്രട്ടറി വി രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് ഡോക്ടർ KM സതീശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ KV സന്തോഷ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു ഇളംതുരുത്തിപ്പടവിൽ, ഡോക്ടർ P നരേന്ദ്രൻ നായർ, ഡോക്ടർ A മുരളീധരൻ, ഭാസ്കരൻ ഊരാളി, ഡോക്ടർ VV പ്രദീപ് കുമാർ, ഡോക്ടർ ടിറ്റോ ജോസഫ്, മോഹനൻ മൂലക്കോത്ത്, N ദിവാകരൻ, V കുഞ്ഞികൃഷ്ണൻ, ശോഭന KK, കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. ട്രഷറർ M നാരായണൻ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെയും 75 വയസ്സ് കഴിഞ്ഞവരെയും ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 2026 സെപ്റ്റംബർ 10 പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കുന്ന ബേക്കൽ ഉപജില്ലാ വിദ്യാരംഗം സർഗോത്സവത്തിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AV മിനി സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. 2026 സെപ്റ്റംബർ 10 പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കുന്ന ബേക്കൽ ഉപജില്ലാ വിദ്യാരംഗം സർഗോത്സവത്തിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. പുല്ലൂർ പെരിയ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AV മിനി സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. അവരുടെ സർഗവാസനകൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി കഴിയുന്ന രൂപത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർഗോത്സവമാണ് ഈ സ്കൂൾ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത്. ആ സർഗോത്സവത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ നന്നായി സ്വീകരിക്കാനും അവർക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള സഹായങ്ങളും അവരെ പരിചരിക്കുന്ന രൂപത്തിലുള്ള ഏറ്റവും നന്നായി ഈ സ്കൂളിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ നല്ല രീതിയിൽ അവരെ സ്വീകരിക്കുകയും നല്ല രീതിയിൽ അവർക്ക് ആസ്വാദനജനകമായിട്ടുള്ള ഒരു പരിപാടിയാക്കി മാറ്റാനും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭൗതിക സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്വാഗത സംഘ രൂപീകരണ യോഗം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. PTA പ്രസിഡന്റ് P ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നാരായണൻ മാടിക്കാൽ, വാർഡ് മെമ്പർമാരായ VK നളിനി, A സന്തോഷ്, രേഖ, K ബിന്ദു, BPC P മുഹമ്മദ് അലി, ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ T വിഷ്ണു നമ്പൂതിരി, സ്കൂൾ SMC ചെയർമാൻ A ഷാജി, മദർ PTA പ്രസിഡന്റ് ദിവ്യ പ്രമോദ്, മുൻ ഹെഡ്മാസ്റ്റർ P ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. വിദ്യാരംഗം സബ് ജില്ലാ കൺവീനർ രമാദേവി സർഗോത്സവ വിശദീകരണം നടത്തി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TK മുഹമ്മദ് അലി ബഡ്ജറ്റ് അവതരണം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക MV ജയ സ്വാഗതവും ശ്രീന നന്ദിയും പറഞ്ഞു. സംഘാടക സമിതി ചെയർപേഴ്സണായി പുല്ലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിതയെയും ജനറൽ കൺവീനറായി പ്രധാനാധ്യാപിക MV ജയയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ ശാസ്ത്രമേള കാഞ്ഞങ്ങാട് വിവേകാനന്ദ മന്ദിരത്തിൽ വച്ച് നടന്നു. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ജില്ലയിലെ 14 വിദ്യാലയങ്ങളിലെ 500-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഭാരതീയ വിദ്യാനികേതൻ കാസർഗോഡ് ജില്ലാ ശാസ്ത്രമേള കാഞ്ഞങ്ങാട് വിവേകാനന്ദ വിദ്യാമന്ദിരത്തിൽ നടന്നു. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ജില്ലയിലെ 14 വിദ്യാലയങ്ങളിലെ 500-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ശാസ്ത്രമേള കാഞ്ഞങ്ങാട് നഗരസഭാ വാർഡ് കൌൺസിലർ പ്രശാന്ത് M നിർവഹിച്ചു. പ്രത്യേകിച്ച് കുട്ടികൾ ഈ ശാസ്ത്രമേള എനിക്കറിയാം, കാരണം നിങ്ങൾ ഇതൊക്കെ നമ്മുടെ അധ്യാപകർ ഇന്നലെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചായിരുന്നു. വീട്ടിൽ നിന്ന് നമ്മുടെ രക്ഷിതാക്കൾ ഒരുപാട് നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു ടാസ്ക് നമ്മൾ ചെയ്യിക്കാൻ വലിയൊരു കഠിനാധ്വാനം നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് ഞാനൊരു ഇലക്ട്രീഷ്യനാണ്, ഇന്ന് നിലവിലൊരു ഇലക്ട്രീഷ്യനാണ്. എനിക്ക് ടെക്നിക്കൽ ഭയങ്കര ഇഷ്ടമാണ്. ശാസ്ത്രം എന്നതിന് പറയാൻ പറ്റില്ല. പക്ഷേ അന്ന് എനിക്ക് തന്നൊരു ടാസ്ക് കയ്യടിക്കുമ്പോൾ കാത്തൊരു ലൈറ്റ് ഫിസിക്സ് സാറില്ലോണ്ട് എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം അന്ന് എന്നോട് ഫിസിക്സ് സാറ് ഇന്ന് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ പ്രസിഡന്റ് ശിവശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സർവകലാശാല പെരിയ ഫിസിക്സ് വിഭാഗം തലവൻ പ്രൊഫസർ E പ്രസാദ് മുഖ്യാതിഥിയായി. വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി P ഗണേശൻ, വിവേകാനന്ദ വിദ്യാമന്ദിരം പ്രസിഡന്റ് TV അശോകൻ, സ്കൂൾ പ്രധാനാധ്യാപിക M വാരിജ, പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ എന്നിവർ സംസാരിച്ചു. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സെക്രട്ടറി ജയകുമാർ M സ്വാഗതവും വിവേകാനന്ദ വിദ്യാമന്ദിരം കാഞ്ഞങ്ങാട് സെക്രട്ടറി N അശോക് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
ചാലങ്കാലിൽ പി കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ പൊതുയോഗവും അനുമോദന സദസ്സും നടത്തി. അനുസ്മരണ പൊതുയോഗത്തിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം CJ സജിത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ കർഷക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച സി കുഞ്ഞിക്കണ്ണൻ ഓർമ്മയായിട്ട് 24 വർഷം പൂർത്തിയായി. പി കുഞ്ഞിക്കണ്ണന്റെ ഓർമ്മ പുതുക്കുന്നതിന്റെ ഭാഗമായി CPIM ചാലങ്കാൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പൊതുയോഗവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. പ്രഭാത പേരിയോടുകൂടി അനുസ്മരണ പരിപാടികൾക്ക് തുടക്കമായി. വൈകിട്ട് നടന്ന അനുസ്മരണ പൊതുയോഗത്തിൽ CPIM ജില്ലാ കമ്മിറ്റി അംഗം CJ സജിത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് പ്രവർത്തിച്ച, ആത്മസമർപ്പണത്തോടെ പ്രവർത്തിച്ച എത്രയോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ പഠിക്കണം. അവരാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഈ പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിച്ചത്. ഇന്ന് നമുക്കറിയാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റുപോയി. പക്ഷെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തന്നെയാണ്. നമ്മുടെ പഞ്ചായത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എവിടെ പോയി കഴിഞ്ഞാലും ഈ പാർട്ടിക്ക് ബ്രാഞ്ചുകളില്ലാത്ത, യൂണിറ്റുകളില്ലാത്ത ഒരു പ്രദേശവും നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. എല്ലാ പ്രദേശവും പണ്ടിങ്ങനെയായിരുന്നു. നമുക്ക് വലിയ രാഷ്ട്രീയ അതിക്രമങ്ങളെ നേരിടേണ്ടി വന്ന കാലമാണ്. നമ്മുടെ ഈ പ്രദേശത്ത് ഉൾപ്പെടെ PSPയുടെ വലിയ അക്രമം ഉണ്ടായിരുന്നു. പഴയ കാലത്ത് PSPയുടെ ഒരു പ്രതാപകാലം കേരളത്തിൽ ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ വലിയ കടന്നാക്രമണങ്ങൾ ഇന്നും നമ്മൾ ഏറ്റുവാങ്ങുന്നുണ്ട്. പക്ഷേ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങാൻ കഴിയാതെ ആക്രമിക്കപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു. നമുക്ക് BJPയുടെ അക്രമങ്ങളെ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്ന കാലഘട്ടവും ചിലയിടങ്ങളിൽ മുസ്ലിം ലീഗിന്റെ, മുസ്ലിം മത തീവ്രവാദികളുടെ അതിക്രമങ്ങൾക്ക് വിധേയപ്പെടേണ്ട സ്ഥലങ്ങളുണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ എതിരാളികളുടെ, ഭരണകൂടത്തിന്റെ, പോലീസിന്റെ, മർദ്ദകരുടെ എല്ലാം വലിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോഴും ഒരു ഇഞ്ചു പോലും പുറകോട്ട് പോകാതെ, സ്വന്തം കുടുംബത്തെ ഉൾപ്പെടെ വേണ്ടത്ര നോക്കാൻ കഴിയാതെ പ്രവർത്തിച്ച് അവരാണ് ഇന്ന് കാണുന്ന രീതിക്ക് പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്നത്. പരിപാടിയിൽ വെച്ച് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സജിത്ത് നിർവഹിച്ചു. CPIM ചാലങ്കാൽ ലോക്കൽ സെക്രട്ടറി ഷാജി എടമുണ്ട അധ്യക്ഷത വഹിച്ചു. CPIM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ N ബാലകൃഷ്ണൻ, P ജ്യോതി ബസു, സുനു ഗംഗാധരൻ, പുല്ലൂർ ലോക്കൽ സെക്രട്ടറി T ബിന്ദു, അമ്പലത്തറ ലോക്കൽ സെക്രട്ടറി KV അനൂപ് എന്നിവർ സംസാരിച്ചു. CPIM ചാലങ്കാൽ ബ്രാഞ്ച് സെക്രട്ടറി V നിതീഷ് സ്വാഗതം പറഞ്ഞു. തുടർന്ന് പായസ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹോസ്ദുർഗ് കോടതി സമുച്ചയത്തിൽ ജുഡീഷ്യൽ ഓഫീസർമാരും കോടതി ജീവനക്കാരും ഓണാഘോഷം സംഘടിപ്പിച്ചു. അഡീഷണൽ ജില്ലാ ജഡ്ജും താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാനുമായ PM സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോടതി സമുച്ചയത്തിൽ ഓണാഘോഷം നടത്തി. ഹോസ്ദുർഗ് കോടതി സമുച്ചയത്തിൽ ജുഡീഷ്യൽ ഓഫീസർമാരും കോടതി ജീവനക്കാരും ഓണാഘോഷത്തിൽ പങ്കെടുത്തു. അഡീഷണൽ ജില്ലാ ജഡ്ജും താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റി ചെയർമാനുമായ PM സുരേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ ഈശ്വരൻ എന്ത് ഈശ്വരനാണെന്ന് അന്നത്തെ എൻ്റെ ബാല്യകൗമാരങ്ങൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ ആ പുരാവൃത്തം നമ്മെ പഠിപ്പിക്കുന്ന സാന്മാർഗീയത എന്തെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു. മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ഈഗോയാണ്. ഞാനാണെല്ലാം എന്ന് പറഞ്ഞാണ് നമ്മൾ ഓരോരുത്തരും നടക്കുന്നത്. ആ ഈഗോയെ, ഞാനെന്ന ഭാവത്തെ ചവിട്ടിത്താഴ്ത്തുന്ന ഒരു സാന്മാർഗിക കഥയാണ് വാമനാവതാരത്തിന്റെ കഥ. സിവിൽ ജഡ്ജ് സീനിയർ ഡിവിഷൻ TK മമത, സിവിൽ ജഡ്ജ് ജൂനിയർ ഡിവിഷൻ MR ദിലീപ്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്മാരായ C റാസിഖ്, T ഫൈസ്, സബ് കോടതി ശിരസ്തദാർ K രാമചന്ദ്രൻ, ഹോസ്ദുർഗ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. തിരുവാതിരക്കളി ശ്രദ്ധേയമായി. തുടർന്ന് കായിക മത്സരങ്ങളും നടന്നു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗവൺമെന്റ് മാപ്പിള LP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന ജനകീയ കൺവെൻഷൻ അജാനൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MB രാഘവൻ ഉദ്ഘാടനം ചെയ്തു. 100ാം വാർഷികത്തിന്റെ നിറവിലെത്തിയ അജാനൂർ ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ നാടിന്റെ ഉത്സവമാക്കി മാറ്റാൻ വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന ജനകീയ കൺവെൻഷൻ അജാനൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ ഉദ്ഘാടനം ചെയ്തു. അതെല്ലാം അറിയുന്ന ആളുകൾ
നമ്മുടെ ഇടയിൽ ഉണ്ടാവാം. 100 വർഷം ഒരു സ്കൂൾ അതിൻ്റെ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ആ സ്കൂളിൽ പഠിച്ച കുട്ടികൾ ആ 1925-26 ആ വർഷങ്ങളിലായിരിക്കും നമ്മുടെ സ്കൂളിൻ്റെ തുടക്കം കുറിച്ചതെന്ന് മനസ്സിലാക്കുന്നു. 27-ാമതോടുകൂടി നമ്മുടെ സ്കൂൾ 100ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. CH സുലൈമാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. തെരുവത്ത് മൂസ ഹാജി, ടി മുഹമ്മദ് അസ്ലം, എം ഹമീദ് ഹാജി, കെ കുഞ്ഞുമൊയ്തീൻ, പി കെ കണ്ണൻ, ഹമീദ് ചേരക്കാടത്ത്, CV തമ്പാൻ, PM ഫാറൂഖ് ഹാജി, PM ഫൈസൽ, ഷീബ ഉമർ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പ്രധാനാധ്യാപകൻ ഗുലാം മുഹമ്മദ് സ്വാഗതവും PTA പ്രസിഡന്റ് ഷബീർ ഹസൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പുത്തികെ പഞ്ചായത്തിലെ ഉറുമിപ്പാലത്തിന്റെ നിർമ്മാണം ഇനിയും പൂർത്തിയായില്ല. യാത്രക്കാർ ദുരിതത്തിൽ. ഓണാഘോഷം MCFൽ നടത്തി തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ. ഓണക്കളികളും ഓണസദ്യയും തിരുവാതിരയുമൊക്കെയായി ആഘോഷം സേനയുടെ നേതൃത്വത്തിൽ കളറാക്കി. കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. വിദ്യാനഗറിലെ വ്യവസായ ഭവനിൽ വച്ചായിരുന്നു പരിപാടി. ദേശീയപാതയിലെ പിലിക്കോട് തോട്ടം ജംഗ്ഷനിലും ചെറുവത്തൂർ ടൗണിലും വാഹനാപകടം. പരിക്കേറ്റ 2 ഡ്രൈവർമാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിഷേധ ധർണയുമായി CPIM മഞ്ചേശ്വരം ലോക്കൽ കമ്മിറ്റി. ക്ഷേമ പെൻഷൻ വിതരണം അട്ടിമറിക്കുന്ന നയങ്ങൾക്കെതിരെയാണ് ധർണ നടത്തിയത്. മഞ്ചേശ്വരം ബഡാജയിൽ നടന്ന കെസറുഗദ്ദെ പരിപാടി നാടിന്റെ ഉത്സവമായി. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് UK സൈഫുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ ഗതകാല സ്മരണകളെ തൊട്ടുണർത്തുന്ന പരമ്പരാഗത വേഷമണിഞ്ഞെത്തിയ കുരുന്നുകൾ സദസ്സിനെ അമ്പരപ്പിച്ചു. ഉദിനൂർ സെൻട്രൽ AUP സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം കുട്ടികൾക്കായി കേരളീയ വേഷമത്സരം സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.